ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ടൈറ്റിൽ കണ്ടു, നമ്മുടെ ചാനലിനെ കുറിച്ച് അതിഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ തീരുമാനം എടുക്കുകയാണ്. അതെ, ഇതൊരു ഡിസിഷൻ മേക്കിംഗ് വീഡിയോ ആണ് ആക്ച്വലി. അപ്പോൾ അതിന് കൂടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഫ്ലേവേർഡ് വാട്ടറാണ് അതിനോട് ഏറ്റവും നല്ലത്. നമ്മൾ മദ്യം ആ പരിപാടി എല്ലാം നിർത്തിയാണ്. നമുക്കിനി ഫ്ലേവേർഡ് വാട്ടറിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ ആർക്കും ആരും പേടിക്കണ്ടല്ലോ, പേടിയില്ല, നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരും. സോ നമുക്ക് ഇന്ന് ഫ്ലേവേർഡ് വാട്ടറാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവേർഡ് വാട്ടർ ഇത്തിരി കാർബൺ ഡയോക്സൈഡ് നിറച്ച് ഇത്തിരി ഒരു ഫ്ലേവേർഡ് ഡ്രിങ്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാരും മറ്റെന്താണെന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദിസ് ഈസ് ജസ്റ്റ് ആപ്പിൾ ഫിസ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കാർബണേറ്റഡ് ആപ്പിൾ ഫിസ്. ചിയേഴ്സ് വിത്ത് യു. ആപ്പിൾ ഫിസിന് എന്താ റിഫ്രഷ്മെന്റ്, പിന്നെ ആ ഒരു ചിൽഡും കൂടെ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫീലാണ്. അപ്പൊ ഗൈസ്, ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, ഒരുപാട് വാസ്റ്റ് കണ്ടന്റ് ഒന്നുമില്ല. മെയിൻ ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. അതായത് നമ്മുടെ ചാനലിന്റെ കാര്യം സ്റ്റോപ്പ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായി. ഓക്കെ ബ്രോ, താങ്കൾ എന്താണ് കഴിക്കുന്നത്? ഫ്ലേവേർഡ് വാട്ടർ. ഏത് ഫ്ലേവർ ആണ്? ആപ്പിൾ ആണല്ലോ ഇഷ്ടമല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബ്രോ. നമ്മുടെ ചാനലുണ്ട് സഞ്ജു ടെക്കി. ഹായ്. നമ്മളൊരു മീറ്റിങ്ങിന് കണ്ടുമുട്ടുകയാണ് ബ്രോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രോയാണ്. ആദ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലോഗർ, എല്ലാവർക്കും അറിയാവുന്ന. ഹായ് ഗൈസ്, ഞാൻ പുള്ളിക്കാരൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോ കാണാറുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട്സൊക്കെ വരുമ്പോ മുടിയൊക്കെ വിട്ടില്ലേ? മുടി വിട്ടി താടിയൊക്കെ കിടന്നല്ലോ പണ്ട്, അങ്ങനെ എല്ലാവരും. പിന്നെ ചുമ്മാ ഫുഡ് കഴിക്കാൻ വന്നേ, അത്രേ ഉള്ളൂ. പിന്നെ 2 ജ്യൂസ് കുടിക്കും, അതെ. പിന്നെ ഫ്ലേവേർഡ് വാട്ടർ മാത്രം. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ. അപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് അതല്ല. നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമ്മുടെ ചാനലിലെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് സംഭവിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ സജഷൻ, റെക്കമെൻഡേഷൻ എല്ലാത്തിൻ്റെയും പേരിലാണ് നമ്മളൊരു ബ്രാൻഡ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് കയ്യെത്തും ദൂരത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് മൂലം, പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് മൂലം നമ്മൾ ചെയ്യാതെ മാറ്റി നിർത്തുക. അങ്ങനെ എലിയാസ്, ഓക്കെ ഗൈസ്, അപ്പോൾ ഒത്തിരി പേരുടെ റെക്കമെൻഡേഷന്റെ പുറത്താണ് നമ്മൾ അത്രയും നല്ലൊരു വീഡിയോ, അതായത് നമ്മൾ മാംഗോ ചില്ലി വോഡ്ക, അത് ഒരുപാട് പേര് ചെയ്തു. നമ്മൾ അവസാനം നമ്മുടെ പേഴ്സണലി നമ്മളത് ട്രൈ ചെയ്തു. നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കറിയാം, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവർ, അതായത് പകുതിയെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത് നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യഥാർത്ഥത്തിൽ ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞു, അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ ഒരു ഇഷ്യൂ കൊണ്ട് ആ വീഡിയോ അവരതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്തിന്റെ പേരാണ്? ആക്ച്വലി റബ്ബിഷ് ആയിരുന്നു. കാരണം അതിനൊരു റീസൺ ഇല്ല. അവര് പറഞ്ഞ ആ ഒരു സിനാറിയോ വെച്ച് ഞാൻ ചെക്ക് ചെയ്തു, വളരെയധികം നല്ല പോലെ ചെക്ക് ചെയ്തു. എന്നിട്ടും അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു മിസ്റ്റേക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവര് പറഞ്ഞ രീതിയിലുള്ള ഒരു മിസ്റ്റേക്സ് നമ്മൾ കാണിച്ചിട്ടില്ല. അവര് പറഞ്ഞെന്തുവാണ്, അതായത് നമ്മൾ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ വീഡിയോയിലോ നമ്മുടെ ചാനലിലോ ഒരു വീഡിയോയിൽ പോലും നമ്മൾ അങ്ങനെ പറയുക മാത്രമല്ല, പറയുക ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സിറ്റുവേഷൻ പോലും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. നമ്മളെല്ലാം ചെയ്യുന്നത് അത്രയേറെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു പക്ഷേ ആരെങ്കിലും റിപ്പോർട്ട് അടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ഒരു റിപ്പോർട്ട് കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന്റെ പുറകിൽ സംഭവിച്ചിരിക്കുന്നത് ആരെങ്കിലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ മനഃപൂർവ്വമായിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു തമാശക്ക് ചെയ്യുന്നതായിരിക്കാം. എനിഹൗ അതിന്റെ പുറത്തായിരിക്കാം ഒരു പക്ഷേ. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അത് വെരിഫൈ ചെയ്യും. വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബ് അത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് വീഡിയോ പബ്ലിഷ് ആവും. അപ്പൊ എന്നിരുന്നാലും ഇറ്റ്സ് നത്തിങ് ഫോർ മീ. കാരണം ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇതിനകത്തൊരു ക്രൈറ്റീരിയ ഉണ്ട്.
നമ്മളിപ്പോ ചെയ്യുന്നത് എന്തുവാ? നമ്മളിപ്പോ എന്തുവാ അടിക്കുന്നത്? ആപ്പി ഫിസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ആപ്പി ഫിസ്, പിന്നെ ഫ്ലേവേർഡ് വാട്ടർ. ഇത് കഴിക്കുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇംപ്ലൈ ആവില്ല, ഒരു ഗൈഡ് ലൈൻസും ഇംപ്ലൈ ആവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇനി മുതൽ നമ്മൾ അങ്ങനെയുള്ളൂ. ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ആർ ഡ്രിങ്കിങ് നോർമൽ വാട്ടർ ഓർ കാർബണേറ്റഡ് വാട്ടർ ഓർ ഫ്ലേവേർഡ് ഡ്രിങ്ക്സ്. അത് കഴിച്ചു എന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് ഗോണ ഹാപ്പൻ. സോ ടു അപ്പോ ടൈറ്റിൽ കണ്ട പോലെയാണ് നമ്മൾ ചാനൽ നിർത്തുവാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനൊരു ടൈറ്റിൽ ഇടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞെങ്കിൽ, പലരും നമ്മുടെ കഴിഞ്ഞ ലൈവ് കണ്ടിട്ട് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സങ്കടത്തോടൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, ആത്മാർത്ഥത കൊണ്ടാണല്ലോ MD ചാനൽ നിർത്തരുത് പ്ലീസ്, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ടൈറ്റിൽ ഞാനിത് കൊടുക്കാൻ കാരണം ഇത് കാണുമ്പോൾ പലരും അത് എടുത്ത് നോക്കും, അവരുടെ സംശയം തീരാൻ വേണ്ടിയിട്ട്, അവരുടെ പേടി മാറാനായിട്ടെങ്കിലും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചാനൽ ഒരു കാലഘട്ടത്തിൽ നിർത്തത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു, നമ്മൾ പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു വാർണിംഗ് ആണ് തന്നിരിക്കുന്നത്. അതായത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് എ സിമ്പിൾ വാർണിംഗ്. അപ്പോൾ ആ വാർണിംഗ് എന്ന് പറഞ്ഞെങ്കിൽ, ഇനി ഇതുപോലുള്ള കണ്ടന്റ്സ് നിങ്ങൾ ഇടരുത് എന്നുള്ളൊരു ബേസിസിലാണ് നമുക്കൊരു വാർണിംഗ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും അവർ ഭാവിയിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവർ നമുക്കൊരു സ്ട്രൈക്ക് തരും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല, ഒരു ആക്ടിവിറ്റി നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പുതിയൊരു ചാനൽ കണ്ടക്ട് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കണ്ടന്റ് തന്നെ വേറെ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കും. കാരണം നമ്മളെന്തായാലും മെയിൻ സ്ട്രീം ആയിട്ട് നമ്മൾ നമ്മുടെ MDTV തന്നെ ആയിരിക്കും. മെയിൻ സ്ട്രീം ആയിട്ട് നമ്മുടെ MDTV തന്നെ ആണെങ്കിൽ പോലും ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മറ്റേ പുതിയ ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് കുറെ പണി നമ്മൾ ഒപ്പിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ടിമ്മാതിരി ഒരു പരിപാടി തന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്കണക്ട് ആയി പോയ അല്ലെങ്കിൽ റിമൂവ് ആയി പോയ നമ്മുടെ മാംഗോ ചില്ലി വീഡിയോ തന്നെയായിരിക്കും നമ്മുടെ പുതിയ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ. അതെ, അതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് പോസ്റ്റഡ് വീഡിയോ. തുടക്കം തന്നെ വെടിക്കെട്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണോ നമുക്കൊരു പണി തന്നത്, ആ പണി തന്നെയായിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ, MD യുഗം ചാനലിന്റെ ഫസ്റ്റ് എവർ വീഡിയോ will be the remote video of MDTV. മാംഗോ ചില്ലി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോണ, ഫസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോണ വീഡിയോ. അതാണ് ചന്ദ്രൻ. ലോഞ്ചിങ് വീഡിയോ. ഹാപ്പി ബിസിന്റെ കൂടെ പോപ്കോൺ അടിപൊളിയാണ്, എല്ലാം കളിച്ചു പോയി. ആരടാ കൊതിച്ച്? എന്താ ബ്രോ, ഫ്ലേവർ ഡ്രിങ്ക് പോരെ? നമ്മള് പിസ് അടിക്കുന്ന ആദ്യമായിട്ടല്ലേ? അതെ, ഞാൻ ഈ ഹാപ്പിയുടെ ഇത് അങ്ങനെ ട്രൈ ചെയ്യാറില്ല, എല്ലാം ഫസ്റ്റ് ടൈം ആവട്ടെ. നമുക്കിനി വേറൊന്നും കഴിക്കണ്ടല്ലോ, ഇത് തന്നെ ഈ ഫ്ലേവർ ഡ്രിങ്ക് മാത്രം കഴിച്ചാലേ അതാവുമ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും. അപ്പൊ എനിക്കിനി ഇത്ര നേരം ഞാൻ ആപ്പി പിസ്സ കുടിച്ചത്, താങ്കളെ പോലെ തന്നെ. ഇനി ഇതിപ്പോ ലാസ്റ്റ് ഒരു സീക്വൻസിന് വേണ്ടി വെച്ചേക്കാം. ഈ ഫ്ലേവർ ഡ്രിങ്കിലേക്ക് കിടക്കുക, നല്ല ബ്ലൂ ഫ്ലേവർ ഡ്രിങ്ക് ആണ്. എന്താടാ നരന്ത ഐസ്? ഓക്കെ, ഒരു സോഡയും കൂടെ ഒഴിച്ചെന്നെങ്കിൽ. ഓക്കെ, എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് MDTV തുടങ്ങിയപ്പോ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ ചാനലിൽ നിന്ന് ആൽക്കഹോൾ കണ്ടന്റ് പരിപൂർണമായിട്ടും റിമൂവ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് പ്രായോഗികമാക്കിക്കൊണ്ടുപോയ, അതായത് വളരെ കുറച്ച് കൊണ്ടുവന്നിരിക്കും. അപ്പൊ നമ്മൾ ഒരുമാതിരി ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ അവര് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, നമ്മുടെ MD യുഗം കൊണ്ട് ഇനി പരിപൂർണമായിട്ടും വെള്ളത്തിലങ്ങ് മുങ്ങി താഴാൻ പോവുകയാണ്. എന്ത് പറയുന്നു? അതെ,
അത്രേ ഉള്ളൂ. അടുത്ത എനിക്കൊരു ലൈഫ് ഡയറ്റ് കോക്ക്. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. ഈ ഫ്ലേവർഡ് വാറിന്റെ കൂടെ പോപ്കോൺ മസ്റ്റ് ആണ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഓപ്പണറിൽ വന്നിരിക്കുകയാണ്. ഇനി എന്റെ ഒച്ചയ്ക്ക് ഒരു കൺട്രോളും ഇല്ല. ഫ്ലേവേർഡ് വാട്ടർ അടിച്ചുകൊണ്ടാണ് തോന്നുന്നു ഒച്ച ഇത്തിരി കനത്ത് വരുന്നു. അപ്പൊ ഞാൻ പറയാനുള്ള കാര്യം, നമ്മൾ ഇത് ലൈറ്റ് ആയിട്ട് പറയുന്നെങ്കിലും ഉള്ളിൽ ഒരുപാട് ഉണ്ട് എന്നൊക്കെ പലരും ചിന്തിക്കും. നത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഓൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളൊരു ഫാമിലിയാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ പുതിയൊരു ചാനലും കൂടെ ഇതിന്റെ സൈഡായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേറെ ഉദ്ദേശങ്ങളുണ്ടാവും. ഇൻ കേസ് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങൾക്ക് എന്നോടുള്ളതുപോലെ എനിക്ക് നിങ്ങളോടുള്ള ആത്മബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ MD യുഗം ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നിങ്ങളിൽ പലരും കഴിഞ്ഞ നമ്മുടെ മാംഗോ ചില്ലി നമ്മൾ ലോഞ്ച് ചെയ്ത ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ പലരും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടുകൊണ്ട് വീഡിയോ എവിടെ, വീഡിയോ ഇടാമോ, അല്ലെങ്കിൽ അതൊന്നും പോരാണ്ട് പുതിയ ആൾക്കാർ ഇതുപോലെ തന്നെ അവരുടെ ആഗ്രഹം പോലെ മാംഗോ ചില്ലി ഒന്ന് ട്രൈ ചെയ്യാമോ ബ്രോ എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ പുതിയ ചാനലിന്റെ ഫസ്റ്റ് എവർ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാംഗോ ചില്ലി ആയിരിക്കും. അതായത് പുതിയ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ ചാനൽ വീഡിയോ തന്നെ പരിവേഷപ്പെട്ട് നല്ല അടിപൊളി രീതിയിൽ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ആ വീഡിയോ ആയിരിക്കും ദ ഫസ്റ്റ് വീഡിയോ ഓഫ് ദിസ് വീഡിയോ. അതായിരിക്കും. അപ്പോൾ നമ്മുടെ MD TV കാണാൻ പറ്റാതെ അല്ലെങ്കിൽ കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് ഡിസ്കണക്ട് ആയി പോയ പലരും ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗോൾഡൻ ചാൻസ് ആണ്. ആ വീഡിയോ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റിയ ഒരു അവസരമായിരിക്കും നമ്മുടെ MD യുഗത്തിലെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ എന്റെ അടുത്ത് പറയുകയാണ്, എല്ലാവരും നമ്മുടെ MD TV സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സ്ട്രോങ് ആക്കണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എല്ലാവരും. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ രീതിയിൽ മാത്രം, നമ്മുടെ ബോണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ MD യുഗം ലോഞ്ച് ചെയ്ത് തന്നെ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ MD യുഗം വളരെ പെട്ടെന്ന് തന്നെ ലോഞ്ച് ആവുന്നതായിരിക്കും, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തോടെയും സമ്മതത്തോടെയും കൂടെ. സോ ടു MD യുഗം. അടുത്ത പിസ്സ നല്ല ഐസൊക്കെ ഉണ്ട് കേട്ടോ. So it's time for the final round by Tony of flavored drink versus happy face.